എരി നീ എന്നോട് സഹകരിച്ച നിനക്ക് ഞാൻ ആനയും മേടിച്ചു തരും, ആന പിണ്ടം മേടിച്ചു തരും, മറിച്ചാണെങ്കിൽ ഇങ്ങനാണോ പ്രപ്പോസ് അല്ല ഉമ്മറ് പ്രപ്പോസ് ചെയ്തല്ലോ. പ്രപ്പോസ് ചെയ്യാൻ അറിയുന്നുള്ളു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് മധു സാറ് എരി നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പുറത്ത് പാടി പാടി മരിക്കും. വരില്ലേ നീ, കൂടെ വരില്ലേ നീ? ഓക്കെ, ഇനി മൂന്നാമത്തെ ആള് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ ആരെങ്കിലും? ഇല്ല, പഴയത്. ഞാനത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ Okay, ചെയ്തോണ്ടിരുന്നു. okay. വർഷം എത്ര അറിയാം. പിന്നെ നമ്മളിതൊക്കെ അങ്ങ് വിട്ട്. അപ്പൊ ഇനി അത് നമുക്ക് പുതിയ കാലഘട്ടത്തില്, അല്ല പഴയ കാലഘട്ടത്തില് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും? നസീറിന് നോക്കാം. നമുക്ക് എല്ലാം പഴയ ആൾക്കാരാണ്. മണ്ടിപ്പെണ്ണേ ഒന്ന് പറ്റും. ഒരു വട്ടം കൊള്ളായിരുന്നു, നല്ല സ്റ്റാർട്ടിങ് ആയിരുന്നു, കൊള്ളായിരുന്നു, നൈസ് ആയിട്ടുണ്ട്. ഡയലോഗ് മണ്ടിപ്പെണ്ണേ, എനിക്ക് നിന്നോട് വളരെ ഇഷ്ടമാണ്, നമുക്ക് മരം ചുറ്റി പ്രേമം കളിക്കാം. ഇതൊക്കെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയ കാര്യങ്ങളല്ലേ? പണ്ട് സ്കൂളിലൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ കുറെ ആൾക്കാരെല്ലാം പോയി. ഓക്കെ, ഇനി ആര് നോർമൽ വോയിസിൽ ഒന്ന് പ്രപ്പോസ് ചെയ്തേ? ഒരു വട്ടാണോ? ഒരു വട്ടം ഒന്ന് പ്രപ്പോസ് ചെയ്താൽ മതി. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല, നമുക്കറിയാമോന്ന് ഇവർക്കും അറിയില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയും. അതെ. ഓക്കെ, എങ്കിൽ പോട്ടെ, പ്രപ്പോസൽ അവിടെ നിൽക്കട്ടെ. ഭർത്താവിനെ കുറിച്ച് പുകഴ്ത്തി ഒരു 5 കാര്യങ്ങൾ, അതായത് ഇഷ്ടമുള്ള പുകഴ്ത്തി ഒരു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഭയങ്കര ഫ്രീഡം തരും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, പിന്നെ എന്ത് കുക്ക് ചെയ്ത് എടുത്താലും കഴിച്ചോളും, ഒരു അഭിപ്രായം ഇല്ല, നമ്മൾ എവിടെ പോയാലും കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ഫുൾ ഫ്രീഡമാ. പിന്നെ ഭയങ്കര സപ്പോർട്ടിങ് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്ത് കുക്ക് ചെയ്ത് തന്നാലും കഴിക്കും, ഒന്നും പറയത്തില്ല തിരിച്ച്, എരി പോരാ പുളി ടേസ്റ്റ് അറിയത്തില്ല. ഓക്കെ.